നമസ്കാരം. മണി ന്യൂസിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണം ബക്രീദ് ആഘോഷങ്ങൾ വരികയാണ്. ഉത്സവ സീസണെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മേഖലയാണ് ഖാദി. ഖാദി വസ്ത്രങ്ങളും മറ്റുൽപ്പന്നങ്ങളും ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് ഉത്സവ സീസണിലാണ്. ഖാദി ഉൽപ്പന്നങ്ങൾ പരമാവധി വിറ്റഴിക്കുന്നതിനുള്ള എല്ലാവിധ സഹായങ്ങളും ഖാദി ബോർഡും നൽകുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സമരഭടന്മാരുടെ ഒരു ആയുധമായിരുന്നു ഖാദി. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്താനുള്ള സമരമാർഗം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് പതിറ്റാണ്ടുകൾക്കിപ്പുറം രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയാണ് ഖാദി. ആഗോളതലത്തിൽ മികച്ച ഡിമാൻഡുണ്ട് ഖാദി ഉൽപ്പന്നങ്ങൾക്കിന്ന്. ബ്രിട്ടനെതിരായ സമരായുധമായിരുന്ന ഖാദി ഇന്ന് ബ്രിട്ടീഷുകാർക്കിടയിലും തരംഗമാണ്. ബ്രിട്ടന് പുറമെ അമേരിക്ക, ഓസ്ട്രേലിയ, തായ്ലൻഡ്, ബ്രസീൽ, ജപ്പാൻ, ഇറ്റലി, മലേഷ്യ, പോളണ്ട് എന്നിവിടങ്ങളിലും ഖാദി വസ്ത്രങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാരുണ്ട്. 2004-2005 സാമ്പത്തിക വർഷം 39 കോടി രൂപയുടേതായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഖാദി കയറ്റുമതി. 2008-2009 ആയപ്പോഴേക്കും കയറ്റുമതി വരുമാനം 60 കോടി കവിഞ്ഞു. 2010-2011 ഇത് 116 കോടിയായി ഉയർന്നു. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 700 കോടിയിൽ പരം രൂപയുടെ ഖാദി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നടക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മാസം നമുക്കറിയാം വളരെ പ്രത്യേകത ഉള്ളതാണ് ഖാദി മേഖലയിലുള്ളവർക്കും ഇത്തരം ഖാദി വിൽപ്പനകൾ. കാരണം ഒരു വർഷം നടക്കുന്ന മൊത്തം വിൽപ്പനയുടെ 60% നമ്മൾക്ക് ലഭ്യമാകുന്ന ഈ ഒരു മാസത്തെ ഓണ ആഘോഷത്തോട് സംബന്ധിച്ചുള്ള ഇപ്പം ഈ 1-ാം തീയതി തൊട്ട് ആഗസ്റ്റ് 1 തൊട്ട് സെപ്റ്റംബർ 3 വരെ ഇത് ഇവിടെ ഈ തരത്തിൽ 30% റിബേറ്റ്, അത് കേരള ഗവൺമെൻറ്റിൻ്റെ റിബേറ്റോടുകൂടി, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൗകര്യത്തിൽ കൊടുക്കുന്ന സംവിധാനം, അങ്ങനെ സമ്മാനം 10 പവൻ സമ്മാനമൊക്കെ 1-ാം സമ്മാനമായിട്ട് നമ്മൾ ഇവിടെ എല്ലാ തരത്തിലും, അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഡിസൈനും എല്ലാ നല്ല ക്വാളിറ്റിയുള്ള ഖാദി ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. $26,109 കോടി രൂപയുടെ ഉൽപ്പന്നമാണ് ഖാദി ഗ്രാമ വ്യവസായ മേഖലയിൽ 2013-2014 സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നടന്നത്. 2011-2012 കാലയളവിനേക്കാൾ 4,257.04 കോടി രൂപയുടെ വർധന. തുണിത്തരങ്ങൾ മാത്രമല്ല, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളും കരകൗശ ഉൽപ്പന്നങ്ങളും വരെ ഖാദിയുടേതായുണ്ട്. കോട്ടൺ സാരി, സിൽക്ക് സാരി, കോട്ടൺ കുർത്ത, ചുരിദാർ ടോപ്പുകൾ, ജീൻസ് ടോപ്പുകൾ, സിൽക്ക് കോട്ടൺ ഷർട്ടുകൾ, ജുബ്ബ, ഹെർബൽ ഷാംപൂ എന്നിവയുമുണ്ട്. കേരളത്തിൽ സംസ്ഥാന സർക്കാരും കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, ഖാദി വ്യവസായ ഫെഡറേഷൻ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, ചെറുകിട സൊസൈറ്റികൾ എന്നിവയുമുണ്ട്. നല്ലൊരു പ്രചോദനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളം മൊത്തം തന്നെ ഖാദിക്ക് ഒരു ഉൽപ്പാദനത്തിലായാലും അതിൻ്റെ വിപണനത്തിലായാലും നല്ലൊരു പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ഇത് ഈ പ്രാവശ്യവും എല്ലാവരുടെയും സഹകരണം തോടുകൂടി നല്ല രീതിയിൽ തന്നെ ഈ പ്രാവശ്യം ഓണം നമ്മൾ ഗംഭീരമാക്കും. സംസ്ഥാനത്ത് 13,000-ലധികം തൊഴിലാളികൾ ഖാദി മേഖലയിലും 10,000-ലധികം പേർ ഗ്രാമവ്യവസായ മേഖലയിലും തൊഴിലെടുക്കുന്നുണ്ട്. ഇത്രയധികം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന ഖാദി വ്യവസായത്തിന് ഉത്സവകാല വിപണന മേളകൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. സ്കൂളുകളിൽ ഖാദി യൂണിഫോം സംവിധാനം നടപ്പാക്കുക വഴി ഖാദി തൊഴിലാളികൾക്ക് വരുമാന വർധനവിന് വഴിയൊരുക്കി. ബോർഡിന്റെ കീഴിലുള്ള എല്ലാ തൊഴിലാളികളെയും ESIയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഉൽപാദന യൂണിറ്റുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും വിപണി ശക്തിപ്പെടുത്താനുമുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ മേഖലയിലെ വനിതകൾക്കു വേണ്ടി ഖാദി ഗ്രാമം എന്ന പദ്ധതിയും ആരംഭിക്കുന്നത്.
സംരക്ഷണവും പ്രോത്സാഹനവും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ഗ്രാമീണ വ്യവസായവും നശിച്ചു പോകരുത്. ഏതു വ്യവസായത്തിലും എന്നതുപോലെ മികച്ച വിപണി കണ്ടെത്തിയാലേ ഖാദി മേഖലയ്ക്കും വ്യാവസായികമായ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ഈ സാമ്പത്തിക വർഷം ആസ്റ്റർ IPOയ്ക്ക് ഒരുങ്ങുകയാണ്. ആസ്റ്റർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പനാണ് ഇത്തവണ മണി ഐക്കണിൽ. സ്വാഗതം ശ്രീ ആസാദ് മൂപ്പൻ. ആസ്റ്റർ മെഡിസിറ്റി അല്ലെങ്കിൽ ആസ്റ്റർ ഗ്രൂപ്പ് 30 വർഷം പൂർത്തിയാവുകയാണ്. 30 വർഷം പൂർത്തിയാകുമ്പോൾ കേരളത്തിന് ആസ്റ്റർ ഗ്രൂപ്പ് നൽകുന്ന ഒരു സമ്മാനം എന്താണ്? 30 വർഷം പൂർത്തിയാവുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന 2 കാര്യമാണ്. ഒന്ന്, ഹെൽത്ത് കെയറിലുള്ള കൂടുതലായിട്ടുള്ള ഞങ്ങളുടെ അവിടുത്തെ ഒരു പ്രസൻസ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കണ്ണൂർ ആശുപത്രി വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വലിയൊരു ആശുപത്രി, ഒരു 700 ചില്ലാൻ ബെഡുള്ള ഒരു ആശുപത്രി ഞങ്ങളിപ്പോൾ തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ കൊച്ചിയിൽ ആസ്റ്റർ മെഡിസിറ്റി ക്യാമ്പസിൽ, അതാണ് ഈ മെഡിക്കൽ സൈഡിലുള്ള. ഇതല്ലാതെ ഇതിലും വലിയൊരു ഭാഗം എന്നുള്ള നിലയിൽ ആസ്റ്റർ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ സഹായിക്കാനുള്ള കുറേ പ്രോഗ്രാംസ് വരുന്നുണ്ട്. അത് വിത്തിൻ ദ നെക്സ്റ്റ് 1 month യു വിൽ ഹിയർ ഇതേമാതിരിയുള്ള പല പ്രോഗ്രാംസും. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് ഫ്രീ ചികിത്സ, സ്റ്റാർട്ടിങ് ഫ്രം ഓപ്പറേഷൻസ്, പ്രൊസീജിയർ ലൈക്ക് ഇപ്പോൾ ആൻജിയോഗ്രാംസ്, ഇൻവെസ്റ്റിഗേഷൻസ്, CT സ്കാൻ, MRI തുടങ്ങിയവയൊക്കെ വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ടും സബ്സിഡൈസ്ഡും ആയിട്ടുള്ള ഈ അടുത്ത ഒരു 5-6 മാസം ഈ വർഷം അവസാനം വരെ ചെയ്തു കൊടുക്കുക എന്നുള്ള നിലയിൽ ഞങ്ങൾ കുറേ അനൗൺസ്മെൻറ്റ്സ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ പിന്നെ പീപ്പിൾ വിത്ത് പാരാപ്ലിജിയ, നടക്കാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവർ, അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവർ, അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ഞങ്ങളുടെ ടോട്ടൽ ഒരു വർക്ക് ഫോഴ്സ് ഏകദേശം ലോകത്തിലൊട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20,000-ഓളം പേരുണ്ട്. അതിലൊരു പിന്നെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു 100 പേരെ തുടക്കത്തിൽ ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ആൾക്കാരെ ജോലി കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ശ്രമവും ഇതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊജക്ട്സ് ഞങ്ങൾ ഇതേപോലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ 30th ഇയറിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ആസ്റ്റർ ഗ്രൂപ്പ് കേരളത്തിലെ ആരോഗ്യരംഗത്ത് നിർണായകമായ പല നിക്ഷേപങ്ങളും നടത്തുന്നുണ്ട്. പുതിയ ആശുപത്രികൾ വരുമ്പോൾ ആകെ ഉണ്ടാകുന്നൊരു നിക്ഷേപം എത്രയാണെന്ന് കണക്കൂട്ടിയിട്ടുണ്ട്? ഈ ഒരു 3 പ്രൊജക്ട്സ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു 1000 ചില്ലാൻ ബെഡ് വരുന്നുണ്ട്. ഈ ടോട്ടൽ ബെഡിൽ ഒരു യൂഷ്വലി ഒരു ബെഡിന് ഏകദേശം 1 കോടി രൂപ ഇപ്പോഴത്തെ നിലയിൽ ചെലവ് വരുന്നുണ്ട് കോട്ടനറി കെയർ ഹോസ്പിറ്റലിന്. അപ്പോൾ ഏകദേശം ഒരു 1000 കോടി രൂപ ഈ 3 ഇൻവെസ്റ്റ്മെൻറ്റ്. അതിലൊന്ന് കണ്ണൂർ ഓൾറെഡി പകുതിയിലധികം കഴിഞ്ഞു. ഇവിടെ കൊച്ചിയിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ വരാൻ പോകുന്നുണ്ട്, പീഡിയാട്രിക് ഹോസ്പിറ്റലും, പിന്നെ തിരുവനന്തപുരത്തുള്ള 3ലും കൂടി ഒരു 1000 കോടി രൂപയോളം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ്. ഹെൽത്ത് ടൂറിസം രംഗത്ത് നിർണായകമായ സംഭാവനകൾ നൽകാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആസ്റ്റർ. ഈ ഒരു പുതിയ ആശുപത്രികൾ വരുന്നതോടുകൂടി ഇതിൽ കൂടുതൽ വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ ആസ്റ്ററിന് സാധിക്കുമോ? ഡെഫിനറ്റ്ലി. ഇപ്പോഴത്തന്നെ ഞങ്ങളുടെ ഈ കൊച്ചിയിലുള്ള ആസ്റ്റർ മെഡിസിറ്റിയിലും കോഴിക്കോട്ടുള്ള ആസ്റ്റർ മിംസിലും കുറേ പേര് പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇൻഫാക്റ്റ് കൊച്ചിയിലുള്ള ആസ്റ്റർ മെഡിസിറ്റിയിൽ ഏകദേശം 20% രോഗികൾ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ദാറ്റ്സ് എ വെരി, ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതലാണ് ശരിക്ക്. ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മാൽഡീവ്സ്, അതേപോലെ ശ്രീലങ്ക, മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ നല്ലൊരു നമ്പർ ഓഫ് പേഷ്യൻസ് കേരളത്തിലോട്ട് ഈ ഹെൽത്ത് ടൂറിസം ആയിട്ട് വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ ഈ പീഡിയാട്രിക് ഹോസ്പിറ്റൽ കേരളത്തിൽ നിന്നല്ല, ഈ പിന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തുനിന്നും കുട്ടികളുടെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ റഫറൽ ഹോസ്പിറ്റൽ എന്നുള്ളതിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പുറത്തു നിന്നും ഒരുപാട് രോഗികൾ ഈ മെഡിക്കൽ ടൂറിസം ഭാഗമായിട്ട് ഇവിടെ വരുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആരോഗ്യരംഗത്തെ ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡാണ് ആസ്റ്റർ. ഒരുപക്ഷെ ഉടനെ തന്നെ IPO നടത്തുമെന്നുള്ള വാർത്തകൾ വരുന്നു. അതിൻ്റെ ഒരു വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്നാണ് IPO നടത്താൻ സാധ്യത? ഞങ്ങൾ IPOനെ പ്രിപ്പയർ ചെയ്ത് ഏകദേശം പരിപൂർണമായിട്ടുണ്ട്. ഇപ്പോൾ ഈ DRHP എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അതിൻ്റെ സെബിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അതൊരു ഈ ഒരു മാസം തന്നെ, ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഞങ്ങളത് DRHP സബ്മിറ്റ് ചെയ്യും. സെബിയുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പിന്നെ വലിയ താമസമില്ലാതെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ബോംബെ സ്റ്റോക്ക് മാർക്കറ്റിൽ
ഈ IPO നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ധനസമാഹരണം കൊണ്ട് കൂടുതൽ എന്തെങ്കിലും നിക്ഷേപ പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ പ്രൊജക്ട്സിലൊക്കെ, ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ പ്രൊജക്ട്സിലൊക്കെ തന്നെ പണം ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ചിലതിലൊക്കെ ബാങ്ക് ലോണൊക്കെ കണ്ടിരുന്നു. അത് മാറ്റിയിട്ട് ഈ ഒരു പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് ലോൺസൊക്കെ കുറച്ച് ഈ നേരിട്ടുള്ള പബ്ലിക് ഫണ്ടിങ്ങിലാക്കിയിട്ട് അങ്ങനെ പൊതുജനങ്ങൾക്ക് കൂടി ഇതിലൊരു പങ്കാളിത്തം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. വളരെ താങ്ക് യു. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്വർണത്തെ വെല്ലുന്ന ഡിസൈനർ ആഭരണങ്ങൾ.